ഇന്ന് ചേരാനിരുന്ന ദേവസ്വം ബോർഡ് യോഗം നാളത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ഈ ശബരിമല തന്ത്രിയായി കണ്ഠരര് രാജീവരുടെ മകനെ നിയമിക്കണമെന്ന അപേക്ഷ നാളെ ചേരുന്ന യോഗം ചർച്ച ചെയ്യും. അതേസമയം ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ നിലച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ബദൽ ക്രമീകരണങ്ങളിലും ആശയക്കുഴപ്പം തുടരുകയാണ്. ജൂലൈ 22-ന് യോഗം ചേരുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചില അംഗങ്ങളുടെ അസൗകര്യം അറിയിച്ചതോടെ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്നും തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. പകരം മകൻ ബ്രഹ്മദത്തിന് തന്ത്രിസ്ഥാനം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭൂരിഭാഗം അംഗങ്ങളും അനുകൂലിക്കുകയും ചെയ്തു. ശബരിമല തന്ത്രിയാകാൻ ബ്രഹ്മദത്തൻ യോഗ്യനാണെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ സാങ്കേതിക നടപടികൾ മാത്രമാകും ഇനി ബാക്കിയാവുക. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ്. അതേസമയം 275 കോടി രൂപ വകയിരുത്തിയ ശബരിമല മാസ്റ്റർ പ്ലാൻ നിലച്ച അവസ്ഥയിലാണ്. 2016-17 കാലഘട്ടത്തിലാണ് 275 കോടി രൂപ മാസ്റ്റർ പ്ലാനിന് വകയിരുത്തിയത്. എന്നാൽ 85.45 കോടി മാത്രമാണ് ലഭിച്ചത്. ഇതിൽ 85.39 കോടിയും ചെലവഴിക്കുകയും ചെയ്തു. റോഡുകൾ മുതൽ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിക്കുന്നതിനായാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. എന്നാൽ നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല. മണ്ഡലകാലം അടുത്തിരിക്കെ എന്ത് ബദൽ മാർഗം സ്വീകരിക്കണമെന്നും യോഗത്തിൽ ചർച്ചയാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.